എല്ലാവർക്കും പൊങ്കൽ ആശംസകൾ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുത്താലോ? ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സെറാമിക് കുന്തൻ വെച്ചിട്ടാണ് കേട്ടോ. ഞാനൊരു ചെറിയൊരു വാക്സ് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തു. അതിലേക്ക് ഞാൻ സെറാമിക് കുന്തൻ്റെ റൗണ്ട് ഷേപ്പും പിന്നെ അതിൻ്റെ ഐ ഷേപ്പുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് ഞാൻ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പം ചൂസ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തീരെ ചെറുതല്ല, എൻ്റെ ഒരു മീഡിയമാണ് കേട്ടോ. ഒരു 2 mm അത്ര വരുമെങ്കിലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റോൺ ചെയിൻ ജസ്റ്റ് ഒന്ന് പേളും സ്റ്റോണും വരുന്നതാണ്, അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നു. ഇത് നമ്മുടെ പാർട്ടി വെയറിനൊക്കെ ഇടാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നമുക്ക് ഇയറിംഗാണ് കേട്ടോ. ഇത് ഹാൻഡ് മെയ്ഡ് ഇയറിംഗൊക്കെ ആകുമ്പോൾ ഇത് നമുക്ക് ഇതേ കളർ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണമെന്നില്ല, പല കളറിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സെറാമിക് ഈ കളറാണ്, നമുക്കിതിൻ്റെ മാറ്റ് കുന്തൻ പല കളറിൽ അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡിലേക്ക് സെറാമിക് കുന്തൻ്റെ ഏറ്റവും ചെറുത്, അതായത് ഒരു 1 mm എനിക്ക് എത്ര അതിൻ്റെ ഇഞ്ച് കറക്റ്റ് അറിയത്തില്ല, അതിങ്ങനെ ഫുള്ളായിട്ട് ആ റൗണ്ട് ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിങ്ങനെ കൊടുക്കുന്നു. ശരിക്കും ഒരു സെറാമിക്കും പേളിൻ്റെ സ്റ്റോൺ ചെയിനും കൂടെ വന്നപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളും ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പ് കംപ്ലീറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇയർ സ്റ്റഡായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു ഹാങ്ങിങ് വേണം. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അടുത്ത് ചെയ്തെടുക്കാം. ഇത് എന്താ പറയുക, നമ്മൾ ഇങ്ങനെ ഇതിന് പകരം നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വേറെ കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇനി ഇത്രയും വലിപ്പം വേണ്ട, നിങ്ങൾക്ക് മേൽ ഭാഗം ഇത്രയും വലിപ്പം വേണ്ട എങ്കിൽ ഇത് ഔട്ട് സൈഡ് കൊടുക്കുന്ന ആ ഒരു ലെയറിന് പകരം നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ജസ്റ്റ് ഗോൾഡൻ ചെയിനോ, അതായത് സ്റ്റോൺ ചെയിനോ അല്ലെങ്കിൽ ബീഡ്സ് ചെയിനോ കൊടുത്ത് കവർ ചെയ്താലും മതിയാവും. നോക്കി, ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് ഒരു കറക്റ്റ് ഭംഗി വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി നമ്മൾ കാണുന്ന ഭയങ്കര വലിപ്പമല്ല, ഒരു മീഡിയം, ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു വലിപ്പം അത്രയേ ഉള്ളൂ. അതിനുശേഷം ഹാങ് ചെയ്യാനായിട്ട് വാക്സ് സ്ട്രിപ്പ് എടുക്കുക, അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. സെൻറ്ററിലേക്ക് ഞാനൊരു സെറാമിക് ബീഡ്സ് വയ്ക്കുന്നു. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത്യാവശ്യം നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. എന്നാലേ അത് നന്നായിട്ട് ഇനി അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ പറയും, നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൈ കൊണ്ടൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, അതെല്ലാം ഒന്ന് പേസ്റ്റായി ഇരിക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് സ്റ്റോൺ ചെയിൻ കവർ ചെയ്യുന്നു, സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്ത് മാറ്റുക ആവശ്യത്തിനുള്ളത്. അതിനുശേഷം അത് നമ്മൾ ഹാൻഡ് വെച്ചൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് വീണ്ടും ജസ്റ്റ് ഒന്ന് ആ ഒരു ഷേപ്പ് ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ സെറാമിക്കിൻ്റെ തന്നെയാണ് ഐ ഷേപ്സ്, അത് വലുതുകൊണ്ട് ചെറുതുകൊണ്ട് ഞാൻ ചെറുതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. കുറച്ചുകൂടെ വലിപ്പം വേണമെങ്കിൽ കുറച്ചുകൂടെ വലിപ്പം കൊടുക്കാം. അതൊരു റൗണ്ട് കംപ്ലീറ്റ് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ഇതുപോലെ വന്ന് ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടോ, ഇതൊന്നും കട്ട് ചെയ്തെടുക്കുക അങ്ങനെ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ഇതൊന്ന് നല്ലതായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം കട്ട് ചെയ്യുക. ഡ്രൈ ആയതിനു ശേഷം അല്ല കട്ട് ചെയ്യണമെങ്കിൽ അതെല്ലാം ഇളകി വരും, പിന്നെ അതിൻ്റെ ഷേപ്സൊക്കെ ഒന്ന് മാറാനും ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇത് രണ്ടും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇത് രണ്ടും ഇനി ഇത് അറ്റാച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ബാക്ക് സ്റ്റഡാണ്. ഇത് നമ്മുടെ ഐ പിൻ എടുത്തിട്ടുണ്ട്. ഐ പിൻ എടുക്കുക. നമ്മളുടെ രണ്ട് മേളത്തും താഴത്തും നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെങ്ത് മാത്രം മതി, അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഐ പിൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അടുത്ത ഐ പിൻ അതിലേക്കൊന്ന് അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിന് ജസ്റ്റ് തിരിച്ചൊന്ന് ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് കണക്ട് ചെയ്യുന്നത് റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്ലൂ അപ്ലൈ ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, ഞാൻ നല്ല ഫുള്ളായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കണക്ട് ചെയ്യുന്ന ഇതിലെ ഐ പിൻ കണക്ട് ചെയ്യുന്നത് അത് വെച്ചതിന് ശേഷം അതുപോലത്തെ ഒരു വാക്സ് സ്ട്രിപ്പ് കട്ട് ചെയ്ത് ആ ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് ബാക്കിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഒരു ഫിനിഷിങ്ങും ഉണ്ടാവും, ഇതൊന്നും ഇളകി വരത്തില്ല. പിന്നെ ഇനി മേളിൽ കണ്ടല്ലോ, എന്നിട്ട് നമ്മളുടെ ആ ഐ പിന്നിലെ കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഹാങ്ങിങ് കറക്റ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടല്ലോ, ഇനി അടുത്ത് നമ്മുടെ ഇയർ സ്റ്റഡ്, ബാക്ക് സ്റ്റഡ് എടുക്കുക. നന്നായിട്ട് പുറകിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്ക് സ്റ്റഡ് എടുക്കുക. ബാക്ക് സ്റ്റഡ് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക.
നമുക്ക് താഴെ ആ ഹാങ്ങിങ്ങിൻ്റെ അതായത് ഐപ്പിൻ്റെ അതും കൂടെ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇയർ സ്റ്റഡ് വയ്ക്കുമ്പോൾ ആ ഒരു ഇതിൽ കറക്റ്റായിട്ട് വയ്ക്കുക. കണ്ടല്ലോ. ഇനി എന്നിട്ട് ആ ഒരു ഇത് ബാക്കിൽ വയ്ക്കുക. എന്നിട്ട് ചെറിയൊരു വാക്സ് സ്ട്രിപ്പ് എടുക്കുക. കുറച്ച് ഗ്ലൂ വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ആവശ്യത്തിന് ഗ്ലൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. വേണമെങ്കിൽ കുറച്ചുകൂടെ അപ്ലൈ ചെയ്യുക. ഇതുപോലെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു. നമ്മുടെ ഇയറിംഗ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് താഴെ എന്തെങ്കിലും ഗുങ്കുരു എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇത് ഓൾറെഡി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ശരിക്കും ലൈറ്റിൻ്റെ ഒരു ഇതുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞ ഒറിജിനലായിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്താണ്. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും